ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? ഞാനിതവിടെ സുഖമായിരിക്കുന്നു. ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ മുതലെന്ന് പറയുമ്പോൾ ഒരു 7:30-ക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ പീരീഡ്സ് ആയതുകൊണ്ട് തന്നെ നിസ്കരിക്കാത്ത കാരണം കുറച്ച് ടൈം അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കൾക്ക് ഇന്ന് ക്ലാസ് ഇല്ല. മോൾക്ക് സുഗമ ഹിന്ദി പരീക്ഷയുണ്ട്, മോനക്ക് ഇന്ന് ലീവാണ്. അപ്പോൾ അത് കാരണം കുറച്ച് കഴിഞ്ഞിട്ടാണ് കിച്ചണിക്കൊക്കെ പോയത്. അപ്പോൾ ഇതാ രാവിലെ എണീറ്റ് വന്നതിന് ശേഷം സിറ്റ് ഔട്ട് ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു 8:30-9 മണിയൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയാണ്. അത് കാരണം നല്ല അത്യാവശ്യം ചൂടുണ്ടാവും. അത് കാരണം വേഗം ഞാൻ ഉമ്മറം മാത്രം ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയാണെന്ന്. അതുകൊണ്ട് തന്നെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ നല്ല രീതിക്ക് നനച്ച് കൊടുക്കേണ്ടതുണ്ട്. ഒരു നേരം തന്നെ നനച്ച് കൊടുക്കാറുള്ളൂ. പക്ഷേ ഡെയിലി നനയ്ക്കൽ നിർബന്ധമാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ വേഗം പോട്ടിംഗ് മിക്സൊക്കെ ഡ്രൈ ആയി പോകും. കാരണം അത്രയ്ക്കും വെയിലാണ് ഇവിടെ. പിന്നെ നമ്മുടെ പോർച്ചിൻ്റെ സൈഡിലൊക്കെ അത്യാവശ്യം ചെടികൾ വെച്ചിട്ടുണ്ട്. അതിൽ ആന്തൂറിയംസ് ഉണ്ട്, പിന്നെ അതേപോലെ അഗ്ലോണിമ പ്ലാന്റ്സ് അതെല്ലാം ഉണ്ട്. അപ്പോൾ അത് കാരണം തന്നെ അവയ്ക്ക് അധികം വെയിൽ കൂടുതൽ പാടില്ലാത്ത ചെടികളാണല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ധാറപ്പായയാണ് അവിടെയൊക്കെ വലിച്ചു കെട്ടിയിട്ടുള്ളത്. കാരണം അത്രയും ചൂടാണ് ഇവിടെ. അത് കാരണമാണ് ധാറപ്പായ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റാണ് ഇവിടെ. അത് കാരണം പ്ലാന്റ്സിൻ്റെ ഒക്കെ ലീഫ് കരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഉമ്മറം ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്ലാന്റ്സൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഒരു ഗാർഡൻ. ഈ ഒരു ടേബിളിൽ വെച്ചിട്ടാണ് സാധാരണ ഞാൻ പ്ലാന്റ്സിൻ്റെ വീഡിയോസൊക്കെ എടുക്കാറുള്ളത്. അപ്പോൾ ആ ഒരു ടേബിൾ അവിടെ തന്നെയാണ് വയ്ക്കണം അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ കടലാസ് പൂവിടുന്ന ടൈമാണല്ലോ. അപ്പോൾ അത് കാരണം ഇതിന് അത്യാവശ്യം നല്ല രീതിക്ക് പൂക്കളായിട്ടുണ്ട്. ഇനി ഇവിടെ അത്യാവശ്യം ഇലച്ചെടികളാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെയാണ് ഹാങ്ങിങ് പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത്. ഇതിൽ ഹാങ്ങിങ് കുറച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്, കുറച്ച് അപ്പുറത്തെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലിയോ. ഞാൻ ഇങ്ങനെ വീഡിയോ ആയിട്ട് വന്നപ്പോൾ ആൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള പരാക്രമത്തിലാണ്. പിന്നെ അതേപോലെ തന്നെ ഈ അക്വേറിയത്തിലുള്ള വെള്ളമാണ് ഞാൻ ഫെർട്ടിലൈസറായിട്ട് അധികം കൊടുക്കാറുള്ളത്. അത് ഞാനിതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ വീഡിയോസിലൊന്ന് പോയി നോക്കിയാൽ മതി. അപ്പോൾ നല്ലൊരു NPK ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞിട്ട് വീഡിയോ കാണാം. ഇനിയിപ്പോൾ ഞാൻ പച്ചക്കറി വേസ്റ്റും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ വെച്ചിട്ട് നല്ലൊരു ഫെർട്ടിലൈസർ എല്ലാ പ്ലാന്റ്സിനും കൊടുക്കാറുണ്ട്. കൂടുതലും ഫ്ലവറിങ് പ്ലാന്റ്സിനാണ് കൊടുക്കാറുള്ളത്. എന്നിട്ട് നല്ല രീതിക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്യാറുണ്ട്. 2-3 ദിവസം പുളിപ്പിക്കാനായിട്ട് വെക്കാറുണ്ട്. എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ പ്ലാന്റ്സിന് കൊടുക്കാറുള്ളത്. അപ്പോൾ മോൻ എണീറ്റ് വന്നിട്ടുണ്ട്. അവന് ഇതുപോലുള്ള ചെടിയുടെ കാര്യങ്ങളാണെങ്കിലും പിന്നെ ലിയോൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം നോക്കുന്ന അവന് ഭയങ്കര ഇഷ്ടമാണ്. മോൾക്ക് ചെടിയുടെ കാര്യത്തിൽ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ചെയ്യും. ചെറുതിലൊക്കെ അവൾക്ക് ചെടിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നനയ്ക്കാനൊക്കെ പറയുകയാണെങ്കിലൊക്കെ നമ്മൾ വയ്യാത്ത ടൈമിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പറയണം, ചെടിയൊന്ന് നനയ്ക്കുമെന്നൊക്കെ. പക്ഷേ മോന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല താല്പര്യമാണ്. അപ്പോൾ ഈ ചെടികൾക്കൊക്കെ ഈ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഈ ഒരു ഫെർട്ടിലൈസർ എല്ലാ പ്ലാന്റ്സിനും ഡെയിലി കൊടുക്കാറില്ല. ആഴ്ചയിലൊരു 4 തവണയൊക്കെ ആയിട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഇടപെട്ട ദിവസങ്ങളിലാണ് കൊടുക്കാറുള്ളത്. നല്ല രീതിക്ക് തന്നെ ഡൈല്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. നല്ലൊരു അടിപൊളി ഫെർട്ടിലൈസർ തന്നെയാണ്. കാരണം കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് ഒഴിക്കുമ്പോൾ നല്ല നൈട്രജൻ്റെ കണ്ടൻറ്റൊക്കെ അതിൽ അടങ്ങിയ കാരണം തന്നെ പുതിയ ലീഫുകൾ വരാനും പിന്നെ അതേപോലെ തന്നെ റൂട്ട്സിൻ്റെ ഡെവലപ്മെൻറ്റിനെല്ലാം നല്ല തന്നെയാണ്. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ രാവിലെ ടൈം ഉണ്ടെങ്കിൽ രാവിലെ ചെയ്യാണ്. വളങ്ങൾ കാര്യങ്ങളൊക്കെ രാവിലെ കൊടുക്കുകയാണ് കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു. ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. വന്നതിന് ശേഷം മോളെ സുഗമ ഹിന്ദി പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്കൂളിലേക്കൊന്ന് കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഉമ്മ പോയി വന്നതിന് ശേഷം കുറച്ച് തക്കാളി വിത്ത് മുളപ്പിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയും ഞാനും കൂടി അതൊക്കെ ഒന്ന് സെറ്റാക്കി. അതിൻ്റെ വീഡിയോ ഇൻഷാല്ലാ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. ആ ഒരു ബക്കറ്റാണ് ഇപ്പോൾ സൈഡിൽ കണ്ടുകിട്ടാം. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് കോളിഫ്ലവർ പൊരിച്ചതും പിന്നെ അതേപോലെ മീൻ ഫ്രൈ ആക്കിയതൊക്കെയാണ് ഉള്ളത്. പിന്നെ ക്ലീനാക്കലൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ ആദ്യം ഉമ്മാനെ എങ്ങനെയൊക്കെ ദേഷ്യം പിടിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ആയിട്ട് ഉമ്മാൻ്റെ പിന്നാലെ നടന്നിട്ട് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് ഡ്രസ്സുകൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മടക്കി എടുത്ത് വെക്കുകയാണ്. പിന്നെ ഉമ്മാക്ക് ഇന്നൊരു പരിപാടിയുണ്ട്, ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്. അപ്പോൾ അത് കാരണം ഉമ്മ പെട്ടെന്ന് ജോലിയൊക്കെ നോക്കിയതിന് ശേഷം പോകാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഉമ്മയും മോനും കൂടി പോകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോകുന്നതിൻ്റെ മുന്നായിട്ട് മോളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരേണ്ടതുണ്ട്. പിന്നെ അതേപോലെ തന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ മോൾക്കൊന്നും ഇപ്പോൾ രാവിലെ എക്സാം ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം ഉമ്മയുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 2:30 ശേഷം ഹോസ്പിറ്റലിൽ പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ വേഗം പണികളൊക്കെ ചെയ്ത് തീർത്തതാണ്. പിന്നെ ഇപ്പോൾ ഇതിനിടയിൽ മെഷീനിൽ കുറച്ച് ഡ്രസ്സുകൾ കഴുകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ഉണക്കാനിടേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നല്ലൊരു വെയിലുള്ള ഒരു ഏരിയ തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ സിറ്റ് ഔട്ടിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ എന്താ പറയുക, പുറത്ത് വെക്കുമ്പോൾ എന്താ പോലെയല്ലേ. അപ്പോൾ അത് കാരണം ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ എപ്പോഴും വിരുന്നുകാരൊന്നും അങ്ങനെ വരുന്ന ഒരു ഇതൊന്നുമല്ല. അപ്പോൾ അത് കാരണം ഞാനിവിടെ ഹാളിൽ തന്നെയാണ് വെക്കാറുള്ളത്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഉണങ്ങി കിട്ടും. പിന്നെ നമ്മൾ മെഷീനിൽ ഓൾറെഡി അലക്കി ഉണക്കിയിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അത് കാരണം ഇങ്ങനെ പുറത്ത് കൊണ്ടുപോയിട്ട് ഡയറക്റ്റ് വെയിലിലോടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ വെക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിക്ക് ഉണങ്ങി കിട്ടും. ഇതിനിടയിൽ ഉമ്മ നിയമോളെ വിളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ക്ലീനിങ്ങും പിന്നെ കുക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഉമ്മ വരുന്ന ടൈമിൽ വീട്ടിൽ നിന്ന് കുറച്ച് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചക്ക് കുറച്ച് ചോറും പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞ് നിങ്ങൾക്ക് ഏതായാലും പരിപാടികളതല്ലേ, അപ്പോൾ ഞാനും മോളും ആ ബിരിയാണി കഴിച്ചുകൊണ്ട് ചൂടാക്കിയിട്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഉമ്മ നിയമോളായിട്ട് വന്ന് പിന്നെ അതിന് ശേഷം അവൾ വന്നതിന് ശേഷമാണ് ഉമ്മയും മോനും കൂടി ഹൗസ് വാമിങ്ങിന് പോയത്. എന്നിട്ട് അവർ പോയതിന് ശേഷം ഞാനും മോളും കൂടി ഫുഡ് കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ, രാവിലെ മുതൽ ഉച്ചവരെയുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.